Daddy song. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടായിരിക്കുമായിരുന്നു. അത് കുറച്ച് പ്രോബ്ലം ഒക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബാംഗ്ലൂർ ട്രിപ്പാണ്. പിന്നെ നമ്മളിന്ന് ജയഗുരുവിൻ്റെ ജിന്നും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജിന്ന് എന്താണെന്ന് ജയഗുരു എന്താണെന്ന് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ജോക്കി, നമ്മളതിൻ്റെ കൂടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം എല്ലാവരും പറയാം, നമ്മൾ കേരളത്തിൽ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ നമ്മൾ ഇടയ്ക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബാംഗ്ലൂർക്കാണ് ഇന്നത്തെ ട്രിപ്പ്. നമ്മളിപ്പം പകുതി വരെ ആയിട്ടുണ്ട്. നമ്മൾ ഇത്ര നാളും വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ റീസൺ ജോക്കി പറയുന്നതായിരിക്കും. ജോക്കി, അപ്പം നീ എന്താ വെച്ചാൽ റീസൺ പറയാ, അതേപോലെ നിൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. നമ്മൾ ഇത്ര നാളും വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു. അതുകൊണ്ട് അമ്മനും കുറച്ചിതായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. ഇനി നമ്മൾ തുടർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നേരെ ബാംഗ്ലൂരോട്ട് പോവാം. ഓക്കെ, അപ്പം നീ നിൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളാണെങ്കിൽ ഒരു ഇടവഴി കൂടെ പോകുന്നുണ്ട്. ഇനി നമ്മൾ ബാംഗ്ലൂരിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാലത്തിൻ്റെ സൈഡിലൊക്കെയാണ് പോകുന്നത്. ഒട്ടും സ്ഥലമില്ല അവിടെ. അപ്പോൾ കുറേ വണ്ടി പോകുന്നുണ്ട് റോഡിൽ കൂടെ. പിന്നെ റോഡിൽ കൂടെ വണ്ടിയല്ല, എന്ത് പോകണം? വണ്ടിയാ പോകുന്നത്. അപ്പോൾ റോഡിൽ കൂടെ കുറേ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂൾ പിള്ളേരെല്ലാം നടന്നു പോകുന്നുണ്ട് ഇപ്പുറത്തൂടെ. നീ ഈ സ്കൂളിൽ പോകാതെ എൻ്റെ കൂടെ കയറിയിരുന്ന് എന്താ കാണിക്കുക? ഈ ട്രിപ്പിന് ഞാൻ നിന്നെ നിർബന്ധിച്ച് വിളിച്ചൊന്നുമില്ലല്ലോ, നീ ചാടിക്കയറി വന്നതല്ലേ. അതെന്താ കാര്യം? സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ ഹോംവർക്ക് കിട്ടാത്തതിൻ്റെ അടി, ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ പറയാത്തതിൻ്റെ അടി. ജോക്കിയുടെ അമ്മാമ്മ നടന്നു പോകുന്നു. പിന്നെ അതെൻ്റെ അമ്മാമ്മയൊന്നുമല്ല. നാട് മൊത്തം അമ്മാമ്മമാരല്ലേ. നമ്മൾ ഏതോ ഒരു സിറ്റിയിൽ വന്നിട്ടുണ്ട്. ജോക്കി കറിയുടെ ഈ വഴി അറിയില്ല. അതാണ് താജ്മഹൽ. ഇവിടെ കണ്ട തുണിയൊക്കെ വരച്ചിട്ടേ വേണ്ട. ഹോസ്റ്റലായിരുന്നു. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇടപെട്ട അവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെ തുണി വിരിച്ചിടുന്നത്. അല്ലാതെ എല്ലാ ഹോസ്റ്റലൊന്നും അല്ല. അങ്ങനെ നമ്മൾ ആ പാലത്തിന് മണ്ടയ്ക്ക് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ജോക്കി ഇടയ്ക്കിടയ്ക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സോ ഒറ്റയ്ക്കായതുകൊണ്ടേ അപ്പോൾ അതാണ് വീഡിയോ ഒന്നും ചെയ്യായിരുന്നത്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് നിർത്തി പോകാൻ ഉള്ള ഉദ്ദേശം ഒന്നും നമുക്കില്ല. എന്താ പറയുക, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ല, വ്യൂസ് കൂടുന്നില്ല എന്ന് കരുതി നമ്മൾ നിർത്തിയിട്ട് പോകില്ല ഗൈസ്. നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും, ജയിക്കുന്നവരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓരോ വർഷം ഓരോ വഴി കൂടെ പോകുമ്പോഴും നല്ല മാറ്റം ഓരോ സ്ഥലത്തും. പണ്ട് ഗ്രാമങ്ങളായിട്ട് കിടന്നവരെല്ലാം ഇപ്പോൾ സിറ്റി പോലെ ആയിട്ടുണ്ട്. ജോക്കി ഗ്രാമം എന്താണെന്നറിയാവടാ? എന്തോ കൊച്ചു സ്ഥലം. കൊച്ചു സ്ഥലമോ? ആന്ധ്ര സ്ഥലം അവിടെ കൊച്ചി മറ്റേ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലം.
എടാ ഗ്രാമം അതായത് ചെറിയ ചെറിയ വീടുകൾ, കൃഷിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അല്ലായ്മ കൊച്ചു കൊച്ചു കെട്ടിടം എന്നല്ല. വണ്ടി തട്ടിയോ എന്ന് ഡൗട്ടില്ലേ? ഇവനാരാണോ ലൈസൻസ് കൊടുത്തേ? അവൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അവൻ്റെ സൈഡിൽ പിന്നെ എന്തുണ്ടാക്കാനാ ഇതില്ല ഇത് കൊണ്ട് വെച്ചേ? എന്തോന്ന് മിറർ അതിൻ്റെ ഇടയിൽ കൂടെ അവനെ കാണത്തില്ലയോ? അത് നമുക്കറിയത്തില്ല. ഞാൻ പിടിച്ചങ്ങ് ഇടിച്ചാലോ ഇറങ്ങിച്ചാൽ? അറിയാത്ത നാട്ടിൽ വന്നിട്ട് അവന്മാരെ പിടിച്ചടിക്കാതെ വിളക്കി വിടും. നിന്നെ ഇങ്ങോട്ട് ഇറക്കി വിടാം, നീ പോയി സംസാരിച്ചിട്ട് പോയി. കണ്ണാടി കമ്പനിക്ക് നിൽക്കുന്നു. ഒരു കമ്പനിക്ക് എനിക്ക് വയ്യ, നീ തന്നെ പോയി അങ്ങാടി വെച്ചാൽ മതി. എങ്ങനെയല്ല അണ്ണൻ്റെ പേര് വന്ന് പിടിച്ചു. എൻ്റെ പേരൊന്നും പിടിച്ചിരിക്കണ്ട, നീ നിന്നെ ഇറക്കി വിട്ട് അന്നേരെ വണ്ടി ഞാൻ വിടും. ജോക്കി, എനിക്ക് എന്താണ് ഈ സ്ഥലം കണ്ടിട്ട് പറയാനുള്ളത്? സ്ഥലം കണ്ടോ? ഇത്രയും നേരം വന്നതില് ഇതുവരെ ഒരു പണി നടക്കാത്ത സ്ഥലം ഞാൻ കണ്ടില്ല. അപ്പൊ ജോക്കി, എന്താണ് അപ്പൊ നിനക്ക് പറയാനുള്ളത്? എന്ത് പറയാനാ? ഈ വഴികളെ കുറിച്ചും നാടിനെ കുറിച്ചും നിനക്ക് എന്തിനും പറയാനുണ്ടോ? നാടിനെ കുറിച്ചോ? ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നാടാണ്. നീ കൂടുതലും ഇനി പറഞ്ഞ് നീ ഇതാക്കണ്ട. നീ വാ തുറന്നാലേ ഈ ചളി പറയാല്ലാതെ വേറെ ഒന്നും തുറക്കത്തില്ല. പിന്നെ തിന്നാനും. പിന്നെ ഒരു കാര്യം, നിനക്കെന്തോ തേപ്പ് കിട്ടിയെന്ന് അറിഞ്ഞില്ലേ? എന്തായിരുന്നു അവസ്ഥ? ഞാൻ ഒരു പാട്ട് പാടി, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. തേച്ച് ഗായകനല്ലേ, നല്ലൊരു ഗായകനെ തേച്ചെന്ന്. പാട്ട് പാടിയ ഉടനെ നിന്നെ തേച്ചിട്ട് പോയാൽ കാരണം എനിക്കറിയില്ല. ഏത് പാട്ടാ നീ അവളുടെ അടുത്ത് പാടിയേ? പാടണോ? പാട്. അതെന്തായാലും അറിയണമല്ലോ. നിന്നെ ഇട്ടേച്ചു പോകാൻ വേണ്ടി നീ ഏത് പാട്ടാ പാടിയത്? എല്ലാവരും ഹെഡ്സെറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ച് ഞാനിപ്പോൾ. അപ്പോൾ നമ്മുടെ ജോക്കി കണ്ട അവൻ്റെ ലൈൻ ഇട്ടേച്ച് പോയതിന് തേച്ചിട്ട് പോയതിൻ്റെ റീസൺ ആയുള്ള പാട്ട് നമുക്ക് വേണ്ടി പാടും. അപ്പോൾ എല്ലാവരും ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു, പാടിക്കോ. പാടിക്കോടാ. ജില്ലയുടെ ട്രീറ്റ് വാങ്ങിക്കോടി ഹോട്ട്, ജില്ലയ്ക്കൊപ്പം നിന്ന് തിത്തിത്താരോ പാട്, സുന്ദരിയാം പെണ്ണെ എൻ്റെ കൂടെ പോര്, ലാലട്ടൻ്റെ ഡാൻസാ മമ്മൂക്കാന സൈല. നീ എന്താ കയറിലേക്ക് നീയാണ് പാട്ട് എഴുതി കൊടുക്കുന്നത്? അല്ലല്ല, ഇടയ്ക്ക് മറ്റേ ബാലരമയ്ക്കകത്തൊക്കെ പാട്ട് എഴുതി കൊടുക്കും. മതി മതി മതി. അപ്പോൾ അവൾ ഇട്ടേച്ച് പോയി, ഇനി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അവൾ ഇട്ടേച്ച് പോയില്ലെങ്കിലും ഉള്ള ഇത് ശരി. ഇമാതിരി പാട്ടല്ലേ പാടി വെറുപ്പിച്ച് വെച്ച് വേണം കൊച്ചിനെ. എന്നെ എന്തിനാണ് കളിയാക്കുന്നത്? എന്താ നീ കരയുവാണോ ചിരിക്കുവാണോ? മനസ്സിലായിട്ടാണ് ഞാൻ കരയുവാണ്. മനസ്സിലാകാത്തോണ്ടല്ലടാ ഞാൻ ചോദിച്ചേ. സൈഡിൽ പാടമൊക്കെ അരച്ചിരിക്കുന്നുണ്ട്. ഈ കഴിവുള്ളമാര് പടം വരയും. ഇപ്പോൾ ഗൈസ്, നമ്മുടെ നാട്ടിൽ തൂഫാൻ നല്ലപോലെ വിൽക്കൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. ഡ്രഗ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് തുരത്താനായി മാക്സിമം സർക്കാരും പോലീസുകാരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു കാരണവശാലും കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കാനോ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ജോക്കി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് രണ്ട് വർത്താനം പറയാനുള്ളത്? എന്ത് പറയണം? എന്തിനെ പറ്റിയാ? ലഹരിയോ? ആരും ലഹരിക്ക് അടിമ ആകരുത്. കേട്ടല്ലോ, ജോക്കിയുടെ ഇത് താക്കീതാണ്. ജോക്കി, നിനക്ക് ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇല്ല. ഞാൻ പണ്ട് കളിച്ചു വളർന്ന സ്ഥലമാണ്. നീ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. നിനക്ക് സ്ഥലത്തെ പറ്റി അറിയാമോ? ഇല്ല.
നീ എന്തോടെ അടുത്തിരുന്ന് എന്നെ ഊക്കുവാണോ? എനിക്കറിയത്തില്ല, ഈ കാര്യമായിട്ട് അറിയാം, എനിക്കൊന്നും അറിയത്തില്ല സ്ഥലത്ത് പറ്റി. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി കയറ്റിയിടണം, ആൾക്കാരെ ഇറക്കണം. അപ്പോൾ ഗൈസ് കണ്ട് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ആൾക്കാരെ അല്ലേ ഇവിടെ ഇറക്കി വിടണം. നമുക്ക് വണ്ടി ഇങ്ങോട്ടൊന്ന് ഒതുക്കിയിടാം. ഓക്കെ, അപ്പോൾ ജോക്കി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ടു. സോ ഇനി നമുക്ക് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നാളത്തേക്കിനും വണ്ടി ഇവിടെ തിരിക്കത്തുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജയിച്ച് മുന്നോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി. ഓക്കെ ഗൈസ്, വീണ്ടും സന്ധിക്കുക വരയ്ക്കും വണക്കം. വണക്കം.